എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ PJ ജോസഫ് KPC ആസ്ഥാനത്ത് എത്തിയിരുന്നു. 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. പക്ഷേ ഒരു മന്ത്രിസ്ഥാനം ഒരു ക്യാബിനറ്റ് പദവി എന്ന കോംപ്രമൈസ് ഫോർമുലയിലേക്ക് വഴങ്ങാൻ എന്തായാലും ഇപ്പോൾ PJ ജോസഫ് തയ്യാറായിട്ടില്ല. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ജിബിൻ JB തിരുവനന്തപുരത്ത് ചേരൂ. ജിബിൻ, ശരീരഭാഷയിൽ അത്ര സന്തുഷ്ടനല്ല PJ ജോസഫ്. എന്തായാലും 2 സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറയ്ക്കുന്നു. അവസാന ഘട്ടത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോൺഗ്രസ് സംബന്ധിച്ചൊരു കല്ലുകടിയായി മാറുകയാണോ? ഒരു സമവായത്തിലേക്ക് എത്താൻ, കോംപ്രമൈസിലേക്ക് എത്താൻ ഇനിയും ആയിട്ടില്ല എന്നാണോ കരുതേണ്ടത് ജിബിൻ? തന്നെയാണ്. കാരണം മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ചർച്ചകളാണ് KPCC ആസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ പിന്നോട്ടില്ല എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. അദ്ദേഹം നേരത്തെ ഈ യോഗത്തിന് കയറുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. കാരണം 2 മന്ത്രിസ്ഥാനത്തിന് തങ്ങളുടെ പാർട്ടിക്ക് അവകാശമുണ്ട്. ആ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന UDF യോഗത്തിൽ ഉന്നയിച്ചതാണ്. പക്ഷേ അത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ UDF നേതൃത്വത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീണ്ടും അവസാനഘട്ട ചർച്ച നടക്കുന്ന സമയത്തും PJ ജോസഫ് തന്നെ നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഏകദേശം അരമണിക്കൂറോളം അദ്ദേഹം ഈ ചർച്ച നടക്കുന്ന സ്ഥലത്ത് ചിലവഴിച്ചു. അതിനുശേഷം പുറത്തേക്ക് വരുന്ന സമയത്തും അദ്ദേഹത്തിന് നേരത്തെ സുഹൈൽ പറഞ്ഞ പോലെ തന്നെ ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ അദ്ദേഹം അസംതൃപ്തനാണ്. കാരണം 2 സീറ്റ് എന്ന് പറയുന്നത് 2 മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കാമെന്നുള്ള ഒരു കാര്യം ഇതുവരെ UDF നേതൃത്വം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല. 1 സീറ്റ് തന്നെയാണ് ഇപ്പോഴും അറിയിച്ചിട്ടുള്ളത്. പക്ഷേ 1 സീറ്റും അദ്ദേഹം ഇനിയും ഈ കടുംപിടുത്തത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൂടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയിരിക്കും. പക്ഷേ 2 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടു. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ചർച്ച ഇന്ന് പൂർത്തിയാകില്ല, നാളെ കൂടി തുടരുമെന്നാണ് PJ ജോസഫിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. പക്ഷേ ഔദ്യോഗികമായി KPCCയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് രാത്രിയോടുകൂടി തന്നെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും പൂർത്തിയാകും. ഈ പട്ടികയും ഇന്ന് ദീപദാസ് മുൻഷിയുടെ കൂടി സാന്നിധ്യത്തിൽ ഇന്ന് തന്നെ പട്ടിക തയ്യാറാക്കി ACC നേതൃത്വത്തിന് കൈമാറുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ KPCCയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു അനിശ്ചിതത്വം കൂടിയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വനിതാ പ്രാതിനിധ്യം നമുക്കിപ്പോൾ മന്ത്രിസഭയിലുള്ളത്. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബിന്ദു കൃഷ്ണൻ മാത്രമാണ് മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഷാനിമോൾ ഉസ്മാന് വേണ്ടി അവസാന ഘട്ടത്തിലും VD സതീശൻ ഗ്രൂപ്പ് പിടിമുറുക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാൾ മാത്രമാണ് ഈ 11+1, അതായത് 11 മന്ത്രിമാരും മുഖ്യമന്ത്രിയും ചേർത്ത് 12 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. അതിലിപ്പോൾ ബിന്ദു കൃഷ്ണൻ മാത്രമാണ് ഒരു വനിതാ പ്രാതിനിധ്യമുള്ളത്. പക്ഷേ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാന് കൂടി വേണ്ടിയുള്ള ഒരു പിടിവലി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. അത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ RC ഉന്നയിച്ച 3 ആവശ്യങ്ങൾ, അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള കാര്യം മാത്രമാണ് ഉറപ്പായിട്ടുള്ളത്. അൻവർ സാദത്തിന്റെ മന്ത്രിസഭാ പ്രവേശനം, അതുപോലെ IC ബാലകൃഷ്ണന്റെ മന്ത്രിസഭാ പ്രവേശനം, ഇത് 2 സംബന്ധിച്ചിട്ട കാര്യത്തിൽ ഇതുവരെയും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. കാരണം അൻവർ സാദത്തിന് മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അത് ലീഗിന് നിലവിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള 5 സീറ്റിൽ നിന്ന് 1 സീറ്റ് കുറയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൻവർ സാദത്തിന്റെ മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനം നടക്കുകയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ RC ക്യാമ്പിൽ ഒരു അന്യ നീക്കത്തിലേക്ക് എത്തുമോ? മറ്റാരെങ്കിലും IC ബാലകൃഷ്ണനെയോ അതേ ജ്യോതികുമാർ ചാമക്കാലയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ആശങ്കയെ നിലനിൽക്കുന്നത്. എന്തായാലും അവസാനഘട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ പട്ടിക തയ്യാറാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. അങ്ങനെ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയോടെ തന്നെ ഈ പട്ടിക ACC നേതൃത്വത്തിന് കൈമാറുകയും ചെയ്യും. പക്ഷേ ഘടകകക്ഷികൾ പലരും സന്തുഷ്ടരായാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. നേരത്തെ പ്രത്യേകിച്ച് RSPയുടെ ഭാഗത്ത് നിന്ന് ഷിബു ബേബി ജോൺ സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത് ഞങ്ങൾ സന്തുഷ്ടരാണ്, ഹാപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് അവർക്ക് പുറത്തു പോയത്. കാരണം അവർക്ക് നിലവിൽ ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ആവശ്യം ഉന്നയിച്ചിരുന്ന വ്യവസായ വകുപ്പ് തന്നെ അവർക്ക് ലഭിക്കണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഏതെങ്കിലും ഒരു വകുപ്പ് അവർക്ക് ലഭിച്ചാൽ മതിയാവും. അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ കോൺഗ്രസ് തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ച ശേഷമാണ് RSP നേതാക്കൾ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.